ഹലോ, ഇന്ന് പൂരാടം. ഇന്ന് 9ാമത്തെ ദിവസം. 9 പൂക്കൾ വേണം നമുക്ക്. 9ാമത്തെ ദിവസം എന്താണെന്ന് ഞാൻ ദിവസം ഇങ്ങനെ പറയണ്ട. 2 ചിത്തിര വന്നതുകൊണ്ടാണ് 9ാമത്തെ ദിവസം ആയത്. ശരിക്ക് നമുക്കിന്ന് 9 പൂവിടണമെന്നില്ല. ശരിക്കും 8 പൂവിട്ടാലും കുഴപ്പമൊന്നുമില്ല. 8ഓ 9ഓ പൂവ് എന്തായാലും നിർബന്ധമായിട്ട് വേണം ഇന്ന്. ഇന്നാണെങ്കിൽ രാവിലെ എണീറ്റപ്പം തൊട്ട് തുടങ്ങിയ തലവേദന എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഭയങ്കര തലവേദന. മൊത്തത്തിൽ ഞാനിന്ന് ലേറ്റായി. വാമി പോകുന്നതിന് മുന്നേ പൂവിടാൻ പറ്റിയിട്ടില്ല. പിന്നെ അഗേടനാണെങ്കിൽ ഫുഡ് കൊണ്ടുപോകണം, അതിന് ചോറെല്ലാം വെക്കണേനു. അങ്ങനെ മൊത്തത്തിൽ എന്നെക്കൊണ്ട് തീരെ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റൊരു പൂവ് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടിടുന്നൊരു പൂവാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, കാരണം എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ ചെറിയൊരു പൂക്കളം 8-9 കളർ വെച്ചിട്ട് ഒരു കുഞ്ഞു പൂക്കളം ഉണ്ടാക്കാൻ പോകുന്നതാണേ. വാ കാണാലോ. ഞാൻ ജസ്റ്റ് കാലും മുഖവും കഴുകി വന്നിട്ട് വിളക്ക് കൊളുത്തിയിട്ട് വിളക്ക് കൊളുത്തിയിട്ട് പൂവിടുന്നത് കൊണ്ട് അങ്ങനെ ഇടണം തോന്നി. ഇത് ഇവിടെ നിന്ന് തന്നെ പറിച്ചിട്ടുള്ള പൂവാണ്. വിളക്ക് പിന്നെ അധികം നേരം കത്തിച്ച് വെക്കാൻ പറ്റൂല. ഒരു പൂവിടുമ്പോൾ മാത്രം വെക്കാനേ പറ്റൂ. അത്രയ്ക്ക് കാറ്റാ പുറത്ത്. പിന്നെ ഒന്നാമത് അവിടെയുള്ള ഈ പറമ്പിൽ കാട് വെട്ടുന്നുണ്ട്, അതിൻ്റെ കാറ്റും ഉണ്ട്. ഞാനിതാ ജസ്റ്റ് കളർ ഒപ്പിക്കാൻ വേണ്ടി മാത്രം, എണ്ണ ഒപ്പിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് പൂവ് ഇങ്ങനെ ഇടുന്നതാണ്. തീരെ പറ്റാത്തതുകൊണ്ടാണ്. അത്രയ്ക്ക് തലവേദന ഉണ്ട്. തലവേദന എടുത്തിട്ട് രക്ഷയില്ല. ഞാനിതാ പൂവിട്ട് ഇങ്ങനെ എണ്ണ ഒപ്പിച്ചിടുന്നതാണ്. എത്ര പൂ വേണമെന്നുള്ളത് 9 പൂ. ഞാൻ ഇന്നലെ 8 പൂവിട്ടുകൊണ്ട് ഇന്ന് എനിക്ക് 9 പൂവിടണമെന്നുണ്ടായിരുന്നു. പക്ഷെ 9 പൂ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടത് ഈ ലൈറ്റ് ഒരു പിങ്ക് കളറുള്ളത് അതിൻ്റെ മേലെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്, കളർ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കി എനിക്കിങ്ങനെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് തലവേദന എടുക്കുന്നുണ്ട്. 1 2 3 4 5 6 7 2 പൂക്കൂടെ വേണം. ഇവിടെ നിന്നുള്ള ജമന്തി എല്ലാ ദിവസവും പറിക്കും പോലെ അതും പറിച്ച്, പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ കവറിൻ്റെ അകത്ത് വേറൊരു ലൈറ്റ് കളർ ഒരു റോസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അത് ശരിക്കും കളർ മനസ്സിലാകുന്നില്ല, ഒരു പീച്ച് കളർ. അതും കൂടെ വെച്ച് കൊടുത്തു, എണ്ണ ഒപ്പിച്ചെടുത്തു.